എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിനായി കോൺഗ്രസിൽ ചരടുവലി ശക്തം. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾക്കായി 8ലേറെ പേരാണ് രംഗത്തുള്ളത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ തന്നെയായതിനാൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയാണ് നിലവിൽ തെരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകണം. മുൻ വൈസ് ചെയർപേഴ്സണും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന മുംതാസ് ബാബുവിനായിരിക്കും ലീഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം നൽകുക. മുസ്ലിം ലീഗിലെ സീനിയർ അംഗം അടുക്കത്ത് ഇസ്ഹാഖിനായി മുസ്ലിം ലീഗ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാൻ സാധ്യതയില്ല. 2015-ൽ 9 ഡിവിഷനുകളിൽ മുസ്ലിം ലീഗ് വിജയിച്ചപ്പോഴും വൈസ് ചെയർമാൻ സ്ഥാനവും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവുമാണ് നൽകിയത്. കോൺഗ്രസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ കണ്ടെത്താൻ സീനിയോറിറ്റി, സാമുദായിക പരിഗണന എന്നീ ഘടകങ്ങളും പരിഗണിക്കേണ്ടി വരും. ഈ മാസം 6-നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തെരഞ്ഞെടുക്കുക. കോൺഗ്രസിൽ നിന്നും സീനിയർ അംഗങ്ങളായ ഷെർലി മോൾ, ഷീജ ചന്ദ്രൻ, മുസ്തഫ കളത്തുംപടിക്കൽ, കിഷോർ കുമാർ, ES മുജീബ്, സുരേഷ് പാത്തിപ്പാറ എന്നിവരും പുതുമുഖങ്ങളായ മേരീസ് ഷിബു, ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. തുടർച്ചയായി 3 തവണ വിജയിച്ച ഷെർലി മോളും ഷീജ ചന്ദ്രനും 2015-ലെ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരാണ് ഇരുവരും. സീനിയർ അംഗം പത്മിനി ഗോപിനാഥ് വിജയിച്ച സാഹചര്യത്തിലാണ് ഇവരെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത്. അതിനാൽ തന്നെ ഇവർ രണ്ടാളും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയേറെയാണ്. ഷെർലി മോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ ഒരു വിഭാഗം ചരടുവലി ആരംഭിച്ചിട്ടുണ്ട്. ഷെർലി മോളെ ഒഴിവാക്കിയാൽ സാമുദായിക പരിഗണന ഉറപ്പുവരുത്താൻ മേരീസ് ഷിബു, ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ എന്നിവരിൽ ഒരാളെ പരിഗണിക്കും. മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വിജയിച്ച ഈയമ്മട ഡിവിഷനിലാണ് ഷെർലി മോൾ വിജയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. മുസ്തഫ കളത്തുംപടിക്കൽ ഇത് 2ാം തവണയാണ് നഗരസഭയിലേക്ക് വിജയിക്കുന്നത്. മുൻപ് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. എന്നാൽ 2015-ൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച മുസ്തഫ 2020-ഓടെയാണ് കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. ES മുജീബ്, കിഷോർ കുമാർ, സുരേഷ് പാത്തിപ്പാറ എന്നിവരും 2ാം തവണ വിജയിച്ചു വന്നവരാണ്. അതിനാൽ തന്നെ അവകാശവാദവുമായി ഇരുവരും രംഗത്തുണ്ട്. എന്തായാലും കോൺഗ്രസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുക്കൽ ഏറെ ദുഷ്കരമാകും. കൊളക്കണ്ടത്ത് സീനിയർ അംഗം ഡെയ്സി ചാക്കോയുടെ പരാജയവും കോൺഗ്രസിനുള്ളിൽ പുകയുന്ന വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എ+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.